എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഏകദേശം 4 മാസത്തോളമായി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും കൂടുതൽ FIRകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലോട്ട് FIRകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ FIRകൾ കൊടുക്കൂ എന്ന രൂപത്തിൽ നിർബന്ധ ബുദ്ധിയിൽ പല ആളുകളെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പലതരത്തിലും തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കമ്പനിക്കെതിരെ FIRകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പലതരത്തിലും എനിക്കെതിരെയൊക്കെ വീഡിയോയിൽ ലീഡേഴ്സിനെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഹൈറിച്ചെന്തിന് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നതിൽ ആ ആളുകളുടെ ലക്ഷ്യം എന്താണ്? പണം തിരിച്ചു കിട്ടുക, തങ്ങളുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലേ. അതിന് ഏറ്റവും അഭികാമ്യമായത് ഈ കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ കൂടുതൽ FIRകൾ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയോട് തിരിച്ചു വരവ് വളരെ മന്ദഗതിയിലാവുമെന്ന് നിങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ടെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഈ കൊടുക്കുന്ന FIRകൾ കൊടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കേസ് കൊടുക്കുന്ന ആളുകളുടെ ഒരു എയിം എന്താണ്, ലക്ഷ്യം എന്താണ്? അവരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളത്. അവരുടെ പണം തിരിച്ചു കിട്ടുക. അപ്പോൾ എൻ്റെ പണം തിരിച്ചു കിട്ടാൻ എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ കൂടുതൽ പരാതികളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി വളരെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആ കമ്പനി തിരിച്ചു വരാൻ പാടില്ല, ആ കമ്പനി ഇവിടെ തുറക്കാൻ പാടില്ല. ഈ കമ്പനി ഇനി തിരിച്ചു വന്നാൽ ഞങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊള്ളയായ കഥകൾ ഇവിടെ പൊടിഞ്ഞു വീയും എന്ന രൂപത്തിലോട്ട് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഹൈറിച്ചിൽ തന്നെ ഐഡിയ എടുത്തിട്ടുള്ള ആളുകളെ നിരന്തരം വിളിച്ചുകൊണ്ടും നിരന്തരം സംസാരിച്ചുകൊണ്ടും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പുതുതായി സ്വീകരിച്ചിട്ടുള്ള മാർഗ്ഗമാണെന്ത്, ലീഡേഴ്സ് സെറ്റിൽമെൻറ്റ് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് തരുമെന്ന രൂപത്തിലോട്ടൊക്കെ ഒരു പൊള്ളയായ വാദങ്ങൾ ഉന്നയിച്ചു. അല്ലെങ്കിൽ ഞാൻ സെറ്റിൽമെൻറ്റ് തരും, അയ്യൂബ് ഖാൻ സെറ്റിൽമെൻറ്റ് തരുന്ന രൂപത്തിലോട്ടൊക്കെ ഒരു വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട്. അതെ, ഇതാണ് യാഥാർത്ഥ്യം. അയ്യൂബ് ഖാൻ യൂട്യൂബിൽ പറയുന്നത് പച്ചക്കള്ളമാണ്. കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് സമയത്ത് ഞങ്ങൾ പുറത്തുവിടും. എനിക്ക് തോന്നുന്നു അദ്ദേഹം വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും. കാരണം ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഓഫീസർ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇത് വലിയ ഗോഡൗണിലാണെന്ന് തോന്നുന്നു ഇവർ കാശടിക്കിട്ടേക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം മൊത്തം ഉത്തരവാദിത്വം അയ്യൂബ് ഖാനാണ്. മനസ്സിലായില്ലേ? അപ്പം പുള്ളിക്കാരന് നിരന്തരമായിട്ടുള്ള കോളുകൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ നിങ്ങൾ ധൈര്യമായിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം ബിസി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ചെറിയ എമൗണ്ടുകളൊക്കെ ആ സ്പോട്ട് സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അദ്ദേഹം. മണ്ടന്മാരാണെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധികളെന്ന് വിളിക്കായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയാണ്. FIR ഇടുന്ന ആളുകൾക്ക് ആരെങ്കിലും സെറ്റിൽമെൻറ്റ് കൊടുക്കുമോ? അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ FIR ഇടാത്ത ആളുകളുമായിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെ അവരുടെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ തൻസിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, തസ്നിയ എന്ന് പറഞ്ഞ ആ ലേഡിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. ആ തുടക്ക സമയത്ത് ഒരു ലൈവിൽ എന്തോ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഹൈറിച്ചിലുള്ള ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈവിൽ ഒരു സാധനം കണ്ടു, ഒരു ലേഡിയുടെ ഒരു വിഷമം പറയുന്നത് കണ്ടു, സാറൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ അന്നൊന്നും കണ്ടില്ല. അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം ഈ നെഗറ്റീവ് ഗ്രൂപ്പുകളുടെ ആളുകളുടെ കയ്യിലോട്ട് അവരെത്തുകയും അവിടെ ഒരുപാട് വോയിസ് ഇട്ടപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തു. എന്നോട് വേറെ ആൾ പറഞ്ഞു ഇത്ര ഒരു വോയിസ് വരുന്നുണ്ട്, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നമ്പർ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ കാര്യം. അവരുടെ കാലിന് സ്വാധീനമില്ല, അവരുടെ ഹസ്ബൻഡിൻ്റെ കാലിനും സ്വാധീനമില്ലാത്തൊരവസ്ഥ. പിന്നെ അവരുടെ രൂപത്തിലുള്ള പല കാര്യങ്ങളും സംസാരിച്ചതിന് കൊടുത്തു. എനിക്ക് പേഴ്സണലി അവരെ സഹായിക്കണമെന്ന് തോന്നി. അത് എൻ്റെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ ഇന്ന 15-ാം തീയതിയിലോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ ID പർച്ചേസ് ചെയ്യുന്ന രൂപത്തിലോട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കൊടുക്കുന്ന ആളുകൾക്ക് ഒരു രൂപയുടെ നഷ്ടമില്ല. കാരണം ഫ്രഷ് ID ആണ്. അതെടുത്തിട്ട് ആ ഒരു രൂപത്തിലോട്ട് എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന രൂപത്തിലോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ വലയിൽപ്പെട്ടിട്ട് നമുക്കെതിരെ തെറി അഭിഷേകങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ വാപ്പാനെ വിളിക്കുന്ന രൂപത്തിലോട്ടൊക്കെ വോയിസുകൾ എനിക്ക് അയക്കുകയുണ്ടായി. നീ എന്തിനാണ് ഇടപെട്ടെന്ന്. ഞാൻ അപ്പോൾ നീ ഫോൺ എടുക്കാൻ നീ കയ്യത്തോ, നീ നമ്മളെടുക്ക് വന്നിട്ട് നീ നിന്നിട്ട് പൈസ വാങ്ങിയിട്ട് തരാം, ഞാൻ മുണ്ടുന്നുണ്ട്. എന്ത് കള്ളത്തരാം നിൻ്റെതല്ല. നീ എന്ത് അറിഞ്ഞില്ലേ, ബാക്കി നാഗ് തന്ത ഒന്ന് വേണോ അറിഞ്ഞില്ലേ? പല ചന്തകന്ത തന്തെന്ന് വിളിച്ചുകൂടാ, മനസ്സിലായ? ഇനിയിപ്പോൾ ഇവിടെ കംപ്ലൈൻറ്റ് എടുത്താൽ നിൻ്റെ മീത്ത കംപ്ലൈൻറ്റ് കൊടുക്കൂ. നീ എങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ടാവാ? നീ ബാക്കിയുള്ള മോശമായിട്ട് നീ എന്ത് എനിക്കില്ല ഗതി പിടിക്കല നമ്മളെ തൊണ്ടയ്ക്ക് വെള്ളമില്ലാത്ത പോലെ ആക്കിയത് നീ. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ചില സംഗതികൾ കുറച്ച് ക്ഷമമാണ്. ഞാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത്, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ സമ്മതിക്കും. എൻ്റെ കയ്യിൽ ക്യാഷ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് തരും അത്. പക്ഷെ ഇത് ശരിയായ നടപടിയായില്ല എന്തായാലും. ഞങ്ങൾക്കില്ല. അതിനിപ്പോ ഞാനെന്തോ നിങ്ങളെ പറഞ്ഞില്ലല്ലോ. അവര് പറഞ്ഞു അവരെന്നെ ഇവിടെ ഒന്നും വെറും 5-ാം തീയതി ആയിട്ടുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു,
അതിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളായിക്കോ, നിങ്ങളുടെ പാടായിക്കോ, എനിക്കതിൽ ഇടപെടാൻ താല്പര്യമില്ല. ഞാൻ ഇടപെട്ട് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു, ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞാൻ കണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ മാന്യമായിട്ട് പറഞ്ഞ വിഷയത്തിൽ അവരുടെ വലയിൽ പെട്ടിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ, ED ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടു, മനോരമക്ക് വീഡിയോ കൊടുത്തുന്ന ഒരു ക്ലിപ്പ് കണ്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ അത്ര ബുദ്ധിമോശമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആ രൂപത്തിലോട്ട് നമ്മൾ ചെയ്തു. വീണ്ടും അവരുടെ വിഷയം, എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അവരുടെ വിഷയത്തിൽ ഒരു പാളിച്ച പറ്റിയോ എന്ന രൂപത്തിലോട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, അവരിലേക്ക് സഹായം അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന രൂപത്തിലോട്ട് ഞാൻ വന്നപ്പോൾ പിന്നീട് അവർ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ മറ്റവരുടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അവർ കേസ് കൊടുക്കുക. അപ്പോൾ അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. അവർ കേസ് കൊടുത്തു. അവർക്ക് പിന്നെ അവരുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഒരു നെക്സ്റ്റ് മന്തിലോട്ട് എന്ത് ചെയ്യാണ്, അവർ പൈസ കൊടുക്കാവുന്ന രൂപത്തിലോട്ട് ഒരു കാര്യം തീരുമാനമാവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണം തിരിച്ചു തരാനുള്ളത് ആരാണ്? കമ്പനിയാണ്. കമ്പനിയുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പണം തിരിച്ചു കിട്ടുക. അതിന് മുന്നേ പണം തിരിച്ചു കിട്ടും കേസ് കൊടുക്കലല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പരിഹരിച്ച് പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ഇവിടുന്ന് ചെയ്തു തരാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന രൂപത്തിലോട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചിന്തിച്ച് കൂട്ടേണ്ടത്. അപ്പോൾ മണ്ടന്മാരായിട്ടുള്ള അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കേസുമായിട്ട് മുന്നോട്ട് പോവാം. ഈ കമ്പനീൻ്റെ തിരിച്ചുവരവ് കുറച്ച് ലാഗിങ് ആകുമ്പോൾ നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ ലാഗിങ് ആവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ FIRകൾ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരാളുടെ വിഷയത്തിൽ പണം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ കേസും കാര്യങ്ങളില്ലാതെ പോകുന്നതിൽ ഒരു നിയമ തടസ്സവും ഇവിടെ നേരിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ സെറ്റിൽമെൻറ്റ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം തന്നെ, നിങ്ങൾ സെറ്റിൽമെൻറ്റിന് തയ്യാറുണ്ടോ എന്നതാണ് ആദ്യം ചോദിക്കുക തന്നെ. മണി മാറ്ററുകളെല്ലാം തന്നെ അങ്ങനെയാണ് തീരുമാനമാകുന്നത്. ഒട്ടുമിക്ക മണി മാറ്ററുകളും തീരുമാനമാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് ഈ ഒരു വിഷയം മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം വളരെ രൂപത്തിലുള്ള പ്രൊവോക്കിംഗ് ആണ്, അല്ലെ ഒരു അറ്റാക്കാണ് അവിടുന്ന് വരുന്നത്. നമ്മളെല്ലാവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന രൂപത്തിൽ അത്തരത്തിലൊരു കോളോ കാര്യങ്ങളോ എനിക്ക് എത്തിയിട്ടില്ല എന്നുള്ള അവരോട് വളരെ മാന്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നിലേക്ക് വിളിക്കുന്ന കോളുകൾ ഏത് തരത്തിൽ നേരിടണമെന്നും ഏത് തരത്തിൽ അവർക്ക് മറുപടി കൊടുക്കണമെന്നും വ്യക്തമായി ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അപ്പം അത്തരം കോപ്രായങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വീഡിയോസ് ഇറക്കുമ്പോൾ ആർക്കെതിരെയാണ് ആരോടാണ് പറയുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ആയിരിച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേവലാതിയാണ്, ആയിരിച്ച് തിരിച്ചു വരുമോ എന്നുള്ളൊരു വേവലാതി വരുമ്പോൾ നിങ്ങൾ പലതരത്തിലൊരു കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾ ആരാണ്, എന്താണ്, എന്തൊക്കെ ചെയ്തിരുന്നു, ഏതൊക്കെ രൂപത്തിൽ ഇപ്പം നിലനിൽക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി നമ്മളത് വിട്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറയുന്നതിലോ അല്ലെ അദ്ദേഹത്തെ ഈ ജനങ്ങൾക്കിടയിൽ അപമാനപ്പെടുത്തുന്നതിലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് അത്തരം കാര്യങ്ങളോട് നമ്മൾ കടക്കാത്തത് എന്ന് കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സംവിധാനം ഇവിടെ തിരിച്ചു വരുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചു വരട്ടെ. എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് കൂടി മനസ്സിലാക്കുക. ഈ സംവിധാനം ഇവിടെ തിരിച്ചു വരാനുള്ള എല്ലാ അവസരങ്ങളും ആ കമ്പനിക്കുണ്ട്. നിയമപരമായിട്ട് ഏത് തലത്തിലോട്ടും പോകാനും, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് കടക്കാനും പോകാനൊക്കെ നിയമ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ ചാക്കെട്ടുപിടുത്തവും ഈ കേസ് ഇല്ലാതാക്കാനും നടക്കുന്നത് എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ല. കമ്പനി ഒരിക്കലും തിരിച്ചു വരില്ല, അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഓൾറെഡി നിങ്ങൾ തീരുമാനം എടുത്തു, അത് തട്ടിപ്പ് കമ്പനിയാണ്, അത് പൂട്ടി ഇനി തിരിച്ചു വരില്ല എന്ന് ഓൾറെഡി പെർമനന്റ് നിങ്ങൾ തീരുമാനം എടുത്ത് കഴിയുമ്പോൾ അവിടെ പല കാര്യങ്ങളും ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഫൈറ്റിനും ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ നമ്മളുടേതായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുക്കാൻ പറയുന്ന ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പണം തിരിച്ചു കിട്ടുന്നുള്ളൂ. ഈ കമ്പനിയുടെ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഒരു തീർപ്പായതിനു ശേഷം മാത്രമേ കേസ് കൊടുത്താൽ നമ്മൾ ആ ക്യാഷ് തിരിച്ചു തരാനുള്ള സംവിധാനം ഇവിടെ ഉള്ളൂ എന്നുള്ള എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അതേ സാധനമാണല്ലോ. അപ്പോൾ ആ സമയത്തോട്ട് ഈ കമ്പനിയുടെ തീർപ്പായി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തിരിച്ചു തരാനുള്ള എല്ലാ പ്രയോറിറ്റി അവിടെ ഉള്ളത് കൊണ്ട് കമ്പനി തിരിച്ചു വരും. ഇപ്പോൾ ഈ മറ്റൊരു സിനാരിയോ ആണെങ്കിൽ കമ്പനി തിരിച്ചു വരാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്. അപ്പോൾ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോൾ അതിലോട്ട് ലാഗ് ചെയ്യുന്ന രൂപത്തിൽ കുറേ കേസ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. നേരെ മറിച്ച് നമുക്ക് ആ കമ്പനിയുടെ തീരുമാനം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ കേസ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എനിക്കിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ അവർ പറയുന്ന പോലെ അവർ പറയുന്ന ഉദ്ദേശം അതാണ്, നിങ്ങൾക്ക് കേസ് കൊടുത്ത പൈസ കിട്ടുന്നത്. നാളെ തന്നെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴോ കേസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പണം വാങ്ങിയിട്ട് നമ്മൾ തടി കഴിച്ചിലാക്കത്തില്ലേ. അപ്പം അതൊന്നല്ല നടക്കുന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ചുമ്മാ ഈ കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും കേസ് കൊടുക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവർക്ക് ഇത് പൂട്ടിച്ച് കാണാൻ വേണ്ടിയിട്ട് ദിനം പ്രതി പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആ കാര്യങ്ങളും 24 മണിക്കൂറും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതും നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് പേരുടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അത് എങ്ങനെ ഇത്തരം മാനസികമായിട്ട് ചിന്താഗതിയിലോട്ട് അവർക്ക് വരാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല.
കാരണം പലതരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, പലതരത്തിലുള്ള മണി ചെയിൻ സംവിധാനങ്ങളും അവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സംവിധാനത്തെ പഠിക്കാതെ അതുമെല്ലാം ഒരേ തട്ടിലാണെന്ന് തുലാസിൽ തൂക്കി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ കേസ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ കേസ് കൊടുക്കരുതേ എന്ന് പറയാനുള്ള അവകാശവും റൈറ്റും അതിനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ നല്ല രൂപത്തിലുള്ള വളരെ പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തീരുമാനമാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.